ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതും എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. അപ്പോൾ പൊട്ടറ്റോ വെച്ചാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത്. അത് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ്. വെള്ളത്തിലിട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റാർച്ച് പോവാനും പിന്നെ കളർ ചേഞ്ച് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതിൽ വെള്ളം കംപ്ലീറ്റ് നമ്മൾ കളയണം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവരുത്. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്നാക്ക് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ടുകൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഈ റെസിപ്പിക്ക് കുരുമുളകിൻ്റെ എരിവാണ് ഉണ്ടായിരിക്കുക. പിന്നെ കളറിന് വേണ്ടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കണം. ഇനിയിപ്പോൾ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകൊക്കെ പൊടിയായിട്ട് അരിഞ്ഞിട്ടും ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർക്കണം. നമ്മളിതിലോട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല, പാല് ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് റെസിപ്പി ആയിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഡീപ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണിത് ഫില്ല് ചെയ്തിട്ടുള്ളത്. ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി പരത്തിയെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ റൗണ്ട് ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും ചെയ്യേണ്ട. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു പാനിൽ 2 3 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ഒരേ സമയം ചുട്ടെടുക്കുന്നത്. നമുക്ക് ഇതിക്ക് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് ഇങ്ങനെ തന്നെ കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ചേർക്കാം. പക്ഷേ ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമില്ല. നല്ല സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി മറ്റേ വശവും ഇതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 വശവും ഇതിൻ്റെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.